وعلمنا ما ينفعنا وزدنا علما. സ്നേഹമുള്ള സഹോദരിമാരെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ കൂടിയിരുന്ന് നമ്മുടെ ഈമാനിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന, ഇസ്ലാമികമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട തിരിച്ചറിവുകളാണ് അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ തേടുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ പ്രളയത്തിൻ്റെ, അതല്ലെങ്കിൽ ചില ഭാഗങ്ങളിലൊക്കെ മഴ വർദ്ധിച്ചത് കാരണം ചില വീടുകൾ മുങ്ങിപ്പോകുന്ന, ആളുകൾ വരെ മരണപ്പെടുന്ന വാർത്തകൾ, അതിൻ്റെ വീഡിയോകൾ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ആസാം പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് മരണ വാർത്തകൾക്ക് കാരണമാകുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ അവിടുത്തെ നാട്ടിലുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താകണം? നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താകണം, സമീപനം എന്താകണം എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിലൂടെ 7 കാര്യങ്ങളായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ ജസ്റ്റ് ആർ എന്ന് ടൈപ്പ് ചെയ്യുക. ആർ ഫോർ റെഡി. ഓക്കെ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. ഇന്ന് രാവിലെ ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ നമ്മുടെ ഫോണുകളൊക്കെ ഒന്നിച്ച് ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അലേർട്ട് വന്നതായി എത്ര ആളുകൾക്ക് അങ്ങനെ ഒരു അലേർട്ട് വന്നിട്ടുണ്ട്? ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവിൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നാണ്. മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന, ഫോൺ എടുത്തു നോക്കുമ്പോൾ അടിയന്തര മെസ്സേജുകൾ അറിയിക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അലേർട്ട് മെസ്സേജാണ് ശരിക്കത്. ആ മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എണീറ്റ് പോകും. ആ രീതിയിലാണ് ശരിക്കും അതുള്ളത്. അതിലൊരു 6 മണിക്കൂറിനുള്ളിൽ ഏകദേശം 6 7
ജില്ലകളിൽ ഫ്ലഡ് ഉണ്ടാകുമെന്ന്, പ്രളയമുണ്ടാകുമെന്ന്, മിന്നൽ പ്രളയമുണ്ടാകുമെന്ന് എന്ന മുന്നറിയിപ്പാണ് അതിൽ ശരിക്ക് കൊടുത്തിട്ടുള്ളത്. ശരിക്കും അത്തരത്തിലുള്ള ഒരു അലാറം അല്ലെങ്കിൽ ഒരു അലേർട്ട് വന്നപ്പോ അപ്പോഴാണ് ശരിക്കും ഇന്ന് ഈ വിഷയം സംസാരിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചത്. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ചില അലേർട്ടുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് അതിനെടുക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഒന്നാമതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില ദൃഷ്ടാന്തങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം തന്നെ എന്താണ്? വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. ഖുർആനിൽ അള്ളാഹു പറയുന്നു, വമനുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്ഫീഫ. ഭയപ്പെടുത്താൻ വേണ്ടിയല്ലാതെ അവന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ നിയോഗിക്കുന്നില്ല, അയക്കുന്നില്ല എന്നുള്ളതാണ്. പ്രളയങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോൾ, ശക്തമായ മഴയുണ്ടാകുമ്പോൾ, കാറ്റൊന്ന് ആഞ്ഞടിക്കുമ്പോൾ, ഇതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തഖ്ഫീഫാണ്. അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മളൊന്ന് മടങ്ങാൻ വേണ്ടിയിട്ട്, നമ്മൾ പോകുന്ന റൂട്ട് ശരിയാണോ എന്ന് പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സൊന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ താഴ്മയോടെ റഹ്മാനായ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കണ്ണുകളൊന്ന് നിറയാൻ വേണ്ടി, നമ്മുടെ മനസ്സൊന്ന് പിടക്കാൻ വേണ്ടി, അങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നതാണ് നമ്മോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള റഹ്മാനായ റബ്ബ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ രോഗം മാറ്റാൻ വേണ്ടി ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഒരിക്കലും ആരോഗ്യയെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഒരു രോഗിയുടെ വയറ് കീറി ഓപ്പറേഷൻ നടത്തുന്നത് ആ ഡോക്ടർക്ക് ആ രോഗിയോടുള്ള വിദ്വേഷം കൊണ്ടല്ല, നേരെ മറിച്ച് അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്, പഴയ ആരോഗ്യ സ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ അപ്പുറം റഹ്മാനായ റബ്ബ് ചില പ്രതിസന്ധികളെ, ചില പരീക്ഷണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ റഹ്മാനായ റബ്ബ് നിയോഗിക്കുന്നത് എന്തിനാ? ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, പേടിച്ച് റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഒന്നും ബാധിക്കുകയില്ല എന്ന നിർഭയത്വത്തോടുകൂടെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒന്നാമത്തെ നമുക്ക് കിട്ടേണ്ട തിരിച്ചറിവ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വളരെ അത്ഭുതകരമായ ഒരു സംഭവം, മഹ്ദിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല പറയുകയാണ്, വഇദാ തഖയ്യലത്തിസ് സമാഉ തഗയ്യറ ലൗനു. ആകാശം ഇരുണ്ടു വരുമ്പോ, മേഘം വന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറും. വഖറജ വദഖല വഅഖ്ബല വഅദ്ബർ. അവിടുന്ന് വീട്ടിലേക്ക് കയറുകയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരിക്കും. ആ ഒരു പേടിയും ബേജാറും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വരെ പ്രകടമായിരുന്നു.
ഫഇദാ മതറത് സുരിയ അൻഹു, മഴ അങ്ങോട്ട് വർഷിച്ചു കഴിഞ്ഞാൽ അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്നത്, ആ ഒരു പേടി, നബിയുടെ മുഖത്തുള്ള പേടി പോകാറുള്ളത്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞ വാചകം, ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദ് ഫലമ്മാ റഅൗഹു ആരിദൻ മുസ്തഖ്ബില ഔദിയതിഹിം ഖാലു ഹാദാ ആരിദും മുംതിറുനാ. ആയിഷ, ഞാൻ അങ്ങനെ ഭയപ്പെടാൻ കാരണം ഇത് ആദ് സമൂഹം പറഞ്ഞതുപോലെ, അവർ വിചാരിച്ചതുപോലെയുള്ള ഒരു മേഘമാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ, ആകാശം ഇരുണ്ടുകൂടിയപ്പോ അവര് പറയണ്, നല്ലൊരു മഴ വരാൻ പോവുകയാണ്, നമുക്ക് നല്ലൊരു മഴ കിട്ടാൻ പോവുക എന്ന് പറഞ്ഞത്, ആ മഴക്കു പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷയായിരുന്നു ഒളിപ്പിച്ചു വെച്ചത്. അതാ സമൂഹത്തെ ഉന്മൂലനം ചെയ്തുവെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മേഘമായി മാറുമോ എന്നുള്ളതാണ്. അങ്ങനെ ശക്തമായി കാറ്റടിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമോ എന്നതാണ് ഞാൻ ഭയപ്പെട്ടതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം. അപ്പൊ ശരിക്ക് ഭയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും നമ്മളിൽ ആ ഒരു ഭയം ഉണ്ടാകണം. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ അങ്ങനെ ഒരു ഭയം ഉണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഭയം ഉണ്ടാകണം. ആ ഭയം ആരോടുള്ള ഭയമാണ്? റഹ്മാനായ റബ്ബിനോടുള്ള ഭയമാണ്. ആ ഭയം തേടുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മതയാണ്. പാപങ്ങളോട് രാജിവെക്കലാണ്. കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ കേവലം ബേജാറായി പേടിച്ചിരിക്കലല്ല. അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ക്ലിയർ ആണെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്യാം. രണ്ടാമത്തത്, പാപമോചനം നമ്മൾ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ ചുണ്ടുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ട വാചകമാണ് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. ഏത് പ്രയോഗമാണെങ്കിലും ഹദീസുകളിൽ നിന്ന് ഏത് പ്രയോഗം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ഇസ്തിഗ്ഫാർ ചോദിച്ചാലുള്ള നേട്ടം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല 2 നിർഭയത്വമാണ്, അല്ലെങ്കിൽ 2 സുരക്ഷിതത്വമാണ് ഈ ഉമ്മത്തിന് പറഞ്ഞിട്ടുള്ളത്. രണ്ട് നിർഭയത്വം അല്ലെങ്കിൽ 2 സുരക്ഷിതത്വം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്തിൽ ജീവിച്ചിരിക്കെ ആ ഉമ്മത്തിനെ ഒന്നാകെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. രണ്ടാമത്തെ സുരക്ഷിതത്വം അതാണ് ഈ ആയത്തിൽ പറയുന്നത്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അള്ളാഹു ഒരു ജനവിഭാഗത്തെ ശിക്ഷിക്കുകയില്ല, വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കെ. നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കെ അള്ളാഹു നമ്മളെ പിടികൂടുന്ന, അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല എന്നുള്ളത് ആരെ വാഗ്ദാനമാണ്? റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മളെ തേടിയെത്തുന്നത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മാ നസ്സല ബലാഉൻ ഇല്ലാ ബിദംബിൻ, മനുഷ്യൻ ചെയ്ത പാപം കൊണ്ടല്ലാതെ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു പരീക്ഷണവും ഇറങ്ങുന്നില്ല.
വല റുഫിഅ ഇല്ലാ ബിതൗബ, തൗബ കൊണ്ടല്ലാതെ ആ പരീക്ഷണങ്ങൾ തിരിച്ച് ആകാശത്തിലേക്ക് കയറിപ്പോകുകയില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ തെറ്റുകൾ തിരുത്താനുള്ള, ആ തിന്മകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ റഹ്മാനായ റബ്ബ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. അവന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിൽ ഈ ഒരു വിഷയം എന്നുള്ളത് അർത്ഥത്തിലല്ല പറയുന്നത്, പൊതുവിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളെ ബാധിക്കാത്ത അവസ്ഥ വരും. എങ്ങനെയാണെങ്കിൽ വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണെങ്കിൽ. മനസ്സറിഞ്ഞുള്ള ഇസ്തിഗ്ഫാർ, നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ പശ്ചാത്താപം. ഇല്ല, ആ തെറ്റിലേക്ക് ഞാനില്ല, എന്റെ തിന്മകൾ ഇതാണ്, ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ളൂ ഒരു മാറ്റം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് സാന്ദർഭികമായ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. ഏതൊരു സന്ദർഭത്തിലും ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു സന്ദർഭത്തിലും ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളുണ്ട്. അത് ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലുക, അത് നമ്മൾ നിസാരമാക്കാതിരിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സമയത്ത് നമ്മൾ ചൊല്ലേണ്ട സംഗതികളാണ്. മഴ വർഷിക്കുന്നുണ്ടോ? മഴ വർഷിക്കുന്ന സമയത്ത് പ്രവാചകൻ എന്തു പ്രാർത്ഥിച്ചു? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ സയ്യിബൻ, നീ വർഷിപ്പിക്കണേ, പെയ്യിപ്പിക്കണമേ. എന്ത്? മഴയെ നീ പെയ്യിപ്പിക്കണം, വർഷിപ്പിക്കണം. നാഫിഅൻ, ഉപകാരപ്രദമായ രീതിയിൽ. ഇതൊരു ഉപദ്രവമായി മാറരുത്. ഈ മഴ കൊണ്ട് ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകരുത്. അല്ലാഹുവേ ഉപകാരപ്രദമായ രീതിയിൽ ഈ മഴ വർഷിപ്പിച്ചു തരണേ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഴ വർഷിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. മാത്രമല്ല, മഴ വർഷിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. ഏത് വിഷയം ആണെന്നുണ്ടെങ്കിലും ഉത്തരം നൽകപ്പെടുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന പ്രത്യേക സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ വർഷിക്കുന്ന സന്ദർഭത്തെ എണ്ണിയിട്ടുണ്ട്. അപ്പൊ പൊതുവായി നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാം. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രത്യേകവും നമ്മൾ നടത്തണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ചെറിയ പ്രാർത്ഥനയാണ്, നമുക്കൊക്കെ മനഃപ്പാടമാക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. രണ്ടാമത്തത്, മഴ വർഷിച്ചു കഴിഞ്ഞാൽ എന്ത് നമ്മൾ പ്രാർത്ഥിക്കണം? മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, മുത്തിർന, ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുണ്ട്. ബിഫദ്ലില്ലാ, അള്ളാന്റെ ഫദ്ല് കൊണ്ട്, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട്. വറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ട്. അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാന്റെ ഔദാര്യം കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത്, അല്ലെ? മഴയില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ, ഈ മഴ വർഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ചൂടിനെ കുറിച്ച്, വരൾച്ചയെ കുറിച്ച്, കിണറുകൾ വറ്റുന്നതിനെ കുറിച്ച് നമ്മൾ പ്രയാസപ്പെടുകയായിരുന്നു, നമ്മൾ ബുദ്ധിമുട്ടുകയായിരുന്നു. പടച്ചോനെ മഴ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നു. ആ ചൂടുപ്പല്ല, ആ പ്രതിസന്ധികൾ റഹ്മാനായ റബ്ബ് നീക്കം ചെയ്തു. ആകാശത്തിൽ നമുക്ക് വേണ്ടുന്ന മഴ അള്ളാഹു നമുക്ക് നൽകി. കിണറുകളിൽ യഥേഷ്ടം നമുക്ക് കുടിക്കാനുള്ള വെള്ളം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി. അവര് മഴ വർഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതാണ് അള്ളാഹുവിനോടുള്ള നന്ദി എന്നോണം, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാന്റെ ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ടുള്ളത്. ഇനി മഴ വർദ്ധിച്ചാലോ? മഴ വർദ്ധിച്ചാൽ നമ്മൾ എന്തു പ്രാർത്ഥിക്കണം? മഴ കൂടിപ്പോയി, പ്രയാസങ്ങൾ ഉണ്ടാകണം, മഴ കൊണ്ട് പ്രയാസം ഉണ്ടാകണം. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ വന്നു പറഞ്ഞു, പ്രവാചകരെ, കൃഷിയിടങ്ങളൊക്കെ നശിച്ചു, വരൾച്ച കൊണ്ട് നശിച്ചു എന്നാണ്, മഴയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അഗിത്നാ,
അല്ലാഹുമ്മ ഗിത്ന, അല്ലാഹുമ്മ ഗിത്ന, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അതാണ്. അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ നൽകണേ. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. കുറച്ചു ദിവസം തുടർച്ചയായ മഴ. അടുത്ത ആഴ്ച ഇതേ വ്യക്തി വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, മഴ കാരണം ഞങ്ങൾ കൃഷികൾ നശിക്കാൻ തുടങ്ങി, അതുകൊണ്ട് മഴ ഇന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. മഴ വർദ്ധിച്ചു കഴിഞ്ഞാൽ, കൂടിക്കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹുവേ മഴയെ ഞങ്ങൾക്ക് മീതയാക്കാതെ ഞങ്ങൾക്ക് ചുറ്റുമാക്കണേ. അല്ലാഹുമ്മ ഹവാലൈന, ഞങ്ങൾക്ക് ചുറ്റുമാക്കണേ. വല അലൈന, ഞങ്ങളുടെ മേതയല്ല, ഞങ്ങളുടെ മുകളിലല്ല. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. പിന്നെ എവിടെ ഈ മഴയാക്കേണ്ടത്? കുന്നുകളിൽ, മലഞ്ചെരിവുകളിൽ, താഴ്വരകളിൽ, ആൾതാമസമില്ലാത്ത മരങ്ങൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ അവിടെയാക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിസന്ധി, ആ ഒരു പ്രയാസം നമ്മളെ ബാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. ആ രീതിയിൽ അല്ലാഹുവേ മഴയെ നീ മാറ്റണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് മഴ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. അതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥന. അതേപോലെ തന്നെ കാറ്റടിക്കുന്നു, നമ്മൾ എന്തു ചെയ്യണം? ഓ, എന്തൊരു കാറ്റാലേ എന്ന് പറഞ്ഞു പോകേണ്ടവരല്ല നമ്മൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, കാറ്റടിക്കുമ്പോ അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന, അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ ഞാൻ നിന്നോട് ആ കാറ്റിന്റെ ഖൈറിനെ, നന്മയെ ചോദിക്കുന്നു. വഖൈറ മാ ഫീഹാ, അതിലുള്ള ഖൈറിനെ ചോദിക്കുന്നു, ആ കാറ്റിലുള്ള ഖൈറിനെ. വഖൈറ മാ ഉർസിലത് ബി, ആ കാറ്റ് എന്തൊരു ഖൈറ് കൊണ്ടാണോ നിയോഗിച്ചിട്ടുള്ളത്, നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, ആ ഖൈറ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുവേ ആ കാറ്റിൻ കൊണ്ടുണ്ടാകുന്ന ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു, രക്ഷ തേടുന്നു. വശർരി മാ ഫീഹാ, ആ കാറ്റിലുള്ള എന്തെല്ലാം ഷർറുകളുണ്ടോ അതിൽ നിന്നെല്ലാം. വശർരി മാ ഉർസിലത് ബി, ആ കാറ്റ് അയക്കപ്പെട്ടത് എന്തൊരു ഷർറു കൊണ്ടാണോ ആ ഷർറിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. നോക്കി എത്ര കൃത്യമായിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാറ്റിന്റെ എല്ലാ ഖൈറും ചോദിക്കണം. ആ കാറ്റിന്റെ ഖൈറുകൾ എന്താണ് നമുക്കറിയില്ല. ആ കാറ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒളിപ്പിച്ചു വെച്ച ഷർറുകൾ എന്താണ് നമുക്കറിയില്ല. അതുകൊണ്ട് ഖൈറുകളെയെല്ലാം ചോദിക്കുകയും ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥന. ഓക്കെ, ഇതാണ് കാറ്റടിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഗ്രൂപ്പിലിടാം ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ കാറ്റടിച്ചാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ഇതൊക്കെ നമ്മൾ മനഃപ്പാഠം, അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പ്രാർത്ഥനകളാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. ഇതൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മൾ പഠിക്കാനും ജീവിതത്തിൽ ചൊല്ലാനും വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനകളാണ്. ഇത് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി. ഇനി ഇടിമിന്നൽ ഉണ്ടാകുകയാണ്, അപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥന, സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദി വൽ മലായികതു മിൻ ഖീഫതി. ഇതാണ് സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥന. എന്നാൽ മറ്റൊരു പ്രാർത്ഥന പലപ്പോഴും പല ആളുകളും പഠിച്ചു വെച്ചൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക. നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊന്നുകളയരുത്, നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കരുത് എന്ന് പറയുന്ന പ്രാർത്ഥന, അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല, ദുർബലമായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടു വന്ന ഈ പ്രാർത്ഥനയാണ് നമ്മൾ മനഃപ്പാഠമാക്കേണ്ടതും അത് ചൊല്ലേണ്ടതും.
സുബ്ഹാനല്ലദി, സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്. യുസബ്ബിഹു റഅദു, ഇടി അവനെ പ്രകീർത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇടി വരെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇടിയുടെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോ ആ ഇടി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? അള്ളാഹുവിന് തസ്ബീഹ് അർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിഹംദി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആര്? ഇടി, ഇടിമിന്നൽ. വൽ മലായികതു, മലക്കുകളും. മിൻ ഖീഫതി, മലക്കുകളും എന്തു ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിച്ചു വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? മിൻ ഖീഫതി, അള്ളാഹുവിനോടുള്ള ഭയത്താൽ, അള്ളാഹുവിനോടുള്ള പേടിയാൽ. അല്ലെ, നിങ്ങൾ നോക്കി, ഈ ലോകം മുഴുവൻ റബ്ബിനെ പ്രകീർത്തിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ അള്ളാഹിനെ പുകഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല, ആ വാഴ്ത്തുന്ന വാചകം നമുക്ക് മനസ്സിലാകുന്നില്ല. എന്റെ വോയിസ് ക്ലിയർ ആണോന്ന് ജസ്റ്റ് പറയണേ. ഇവിടെ നെറ്റ് കട്ടായി പോയി. ഇവിടെ ഇവിടെ ഓക്കെ. നല്ല കാറ്റും മഴയെന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഈ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഓക്കെ, അപ്പൊ ഇടിമിന്നൽ ഉണ്ടായ പ്രാർത്ഥനയാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചത്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ഈ സന്ദർഭങ്ങളിൽ നമ്മൾ ചൊല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തത്, പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ സഹായിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഈ കെടുതികളിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മഴ വരുമ്പോ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്ന് വരുന്ന ആളുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് അവർക്ക് വേണ്ടി സാമ്പത്തികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ശാരീരികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം ഒരടിമയെ അള്ളാഹു സഹായിച്ചു കൊണ്ടിരിക്കും. നമുക്ക് എന്താ സഹായിക്കാൻ കഴിയുക? ചിലപ്പോൾ ഒരു ആശ്വാസം നൽകാനാണോ? നമ്മുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ല, നമുക്ക് പോകാനുള്ള സാഹചര്യമില്ല, ഒരാശ്വാസമാണോ? ഇപ്പൊ വാചകം കൊണ്ട് ഒരു ആശ്വാസമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, നമ്മൾ കൊടുക്കുക. പ്രാർത്ഥിക്കാനാണ് നമ്മൾ പറ്റുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാതെ ഈ സമയത്ത് മാത്രമല്ല, പൊതുവിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവം, ഇങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതാണ് നാലാമത്തെ ഘടകം. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അഞ്ചാമത്തത്, ഭീതിജനകമായ സന്ദേശങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ഓരോ മരണവാർത്തകൾ, അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തുന്ന സംഗതികൾ
അതൊക്കെ ഷെയർ ചെയ്ത് കൂടുതൽ പേടിപ്പെടുത്തുന്ന സംഗതിയല്ല ഒരു വിശ്വാസിയുടെ അടുക്കൽ നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തത് കൊണ്ട് നമുക്ക് എന്താ ഉണ്ടാകുന്നത്? പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാ എന്നതിനപ്പുറം പ്രയാസമുണ്ടാക്കുന്ന, പേടിയുണ്ടാക്കുന്ന, ബേജാറുണ്ടാക്കുന്ന, ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന സംഗതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ ചെയ്യരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ പരിചയപ്പെടുത്തിയ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന് പാടുള്ളതല്ല, ഹലാലല്ല. ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാമാണ്. അയ്യുറവ്യ മുസ്ലിമ, മറ്റേ റിവായത്തിൽ അയ്യുറവ്യ അഖാഹു മുസ്ലിമ, തന്റെ മുസ്ലിമായ സഹോദരനെ ഭയപ്പെടുത്തുക എന്നുള്ളത്. ഒരു യുദ്ധത്തിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, ഒരു സഹാബി ഇങ്ങനെ കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആയുധത്തിന്റെ കയ്യിലുണ്ട്, അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒപ്പമുള്ള ആളുകൾ ജസ്റ്റ് ഒരു തമാശക്ക് വേണ്ടി അദ്ദേഹം ഉറങ്ങിയപ്പോ എടുത്ത് മാറ്റി വെച്ചു. അദ്ദേഹം ഉണർന്നപ്പോ അത് കാണാതിരുന്നപ്പോ അദ്ദേഹത്തിന് ഒരു ബേജാറുണ്ടായി, അദ്ദേഹം ആകെ പേടിച്ചു. അപ്പൊ മാറ്റി വെച്ച ആളുകൾ തമാശക്ക് ചെയ്തതല്ലേ, അവരിങ്ങനെ ചിരിച്ചു. അപ്പൊ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞതാണ്, ലാ യഹില്ലു ലി മുസ്ലിമൻ അയ്യുറവ്വിഅ മുസ്ലിമ, ഒരു മുസ്ലിമിനെ പേടിപ്പിക്കുക എന്നുള്ളത് പറ്റൂല. അപ്പൊ നമ്മളിതിങ്ങനെ ഷെയർ ചെയ്യുക. നമ്മൾ പലപ്പോഴും ഇതിന്റെ പ്രയാസപ്പെടുത്തുന്ന വീഡിയോ പലതും കണ്ട് അതിങ്ങനെ ഷെയർ ചെയ്ത് കൂടുതൽ ബേജാറുണ്ടാക്കുന്ന അവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം. 7 കാര്യങ്ങളാണ് കഴിയും. 6-മത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നന്ദി കാണിക്കുക, ശുക്ർ കാണിക്കുക. നിലവിൽ ഓരോ രംഗങ്ങൾ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്ര ഇത് ബാധിച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കുക. ഓരോ രംഗങ്ങൾ ആസാമിലുള്ള ഓരോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊന്നും ബാധിച്ചിട്ടില്ല. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലത് ബാധിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നോക്കണം, ഇലമൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം. വല തൻദുറു ഇലമൻ ഹുവ ഫൗഖക്കും, നിങ്ങളെക്കാൾ ഭൗതികമായി കൂടുതൽ സുഖങ്ങളുള്ള, കൂടുതൽ പരീക്ഷിക്കപ്പെടാത്ത ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളെക്കാൾ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഭൗതിക സുഖ സൗകര്യങ്ങൾ കുറഞ്ഞ ആളുകളിലേക്ക് നോക്കണം. അതെന്തിനാ? അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനെ, അനുഗ്രഹത്തെ നിങ്ങൾ ചെറുതാക്കി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏത് അവസ്ഥയിലും നമുക്ക് മുകളിലേക്ക് നോക്കല്ല, നമ്മളെക്കാൾ കൂടുതൽ പ്രയാസപ്പെടുന്ന ആളുകൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആസാമിലേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ അൽഹംദുലില്ലാഹ് അത്രയൊന്നും ബുദ്ധിമുട്ട് നമുക്ക് നൽകിയിട്ടില്ല. അല്ലാഹു എനിക്ക് എന്റെ ജീവൻ നിലനിർത്തി തന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടിനകത്ത് വെള്ളത്തിന്റെ ഒരു വിഷയമില്ല, അങ്ങനെ ഒരു പ്രയാസം നമ്മുടെ വീടിനെ ബാധിച്ചിട്ടില്ല, നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടില്ല. അതൊക്കെ എത്ര ഹംദ് നമ്മൾ പറയണം, എത്ര നമ്മൾ മനസ്സറിഞ്ഞ് അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം. ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് അള്ളാഹു നൽകിയ ആ സുരക്ഷിതത്വത്തിന്, ആ ഒരു അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയണം. അതാണ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ട, അത് നമ്മൾ വീഡിയോയിലാകട്ടെ നേരിട്ടാകട്ടെ, അങ്ങനെയുള്ള പരീക്ഷിക്കപ്പെട്ട ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് രോഗം കൊണ്ടുള്ള പരീക്ഷനാകട്ടെ, എന്ത് പരീക്ഷ, കടം കൊണ്ടുള്ള പരീക്ഷണ, എന്ത് പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വിശ്ലേഷണം പറഞ്ഞു, മൻ റഅ മുബ്തലൻ, പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ, ഫഖാല, നിങ്ങൾ പറയുകയും ചെയ്തു, അൽഹംദുലില്ലാഹില്ലദി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും, അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്, ആഫാനി, അവൻ എനിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു, എനിക്ക് ആരോഗ്യം നൽകിയിരിക്കുന്നു, എനിക്ക് സുഖം നൽകിയിരിക്കുന്നു, മിമ്മബ്തലക ബിഹി, എന്നവൻ രക്ഷപ്പെടുത്തിയിട്ട്, നിങ്ങളെ എന്തുകൊണ്ടാണോ അള്ളാഹ് പരീക്ഷിച്ചത് അതിൽ നിന്ന് അള്ളാഹു എന്നെ
രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, എനിക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. വഫദ്ദലനി, അവൻ എന്നെ ശ്രേഷ്ഠനാക്കിയിട്ടുണ്ട്. അല കസീരി മിമ്മൻ ഖലഖ തഫ്ളീല, അവൻ സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ എനിക്ക് അവൻ ശ്രേഷ്ഠതയും ഫദ്ലും അനുഗ്രഹവും നൽകിയിട്ടുണ്ട് എന്ന് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ നോക്കി അയാൾ കേൾക്കാത്ത രീതിയിൽ ശബ്ദത്തിൽ, ചെറിയ ശബ്ദത്തിൽ നമ്മൾ മെല്ലെ ഇത് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ലം യുസിബുഹു ദാലികൽ ബല, ആ പരീക്ഷണം പിന്നെ നമ്മളെ ബാധിക്കൂല. ആ പരീക്ഷണം പിന്നെ നമ്മളെ ബാധിക്കൂല. ഇത് ആര് തന്ന ഉറപ്പാണ്? നബി പറഞ്ഞത് ഉറപ്പാണ്. എവിടുന്ന പ്രവാചകൻ പറയുന്നത്? അള്ളാന്റെ വഹ്യ് കിട്ടുന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പൊ 100% ഉറപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ, ഇത്തരത്തിലുള്ള പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലുക. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശുക്ർ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിലും ആ ഒരു ശുക്ർ പ്രകടമാകണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ 7 ടൈപ്പ് ചെയ്യുക. 7ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ്. ഏഴാമത്തത് മരണചിന്ത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഗുഡ് മാഷാഅല്ലാഹ്. മരണചിന്ത ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മൾ കാണുമ്പോൾ, എത്ര പ്രയാസപ്പെട്ട് മനുഷ്യരുണ്ടാക്കിയ വീടുകൾ, അല്ലെ, വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ വീടുകൾ തകർന്നടിയുന്ന രംഗം മനുഷ്യൻ അവന്റെ കണ്ണുകൊണ്ട് നിസ്സഹായതയോടുകൂടെ, ദുർബലതയോടുകൂടെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. എന്താ മനുഷ്യന് ചെയ്യാൻ പറ്റുക? എന്താ മനുഷ്യന് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു പരീക്ഷണം നമ്മളെ തേടിയെത്തുമ്പോ നമ്മൾ ഓർമ്മപ്പെടുത്തണം, നമ്മൾ പോകാനുള്ള ആളുകളാണ്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള ആളുകളാണ്. ഏതൊരു സാഹചര്യത്തിൽ മരിക്കേണ്ടി വന്നാലും ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം. ശരിക്കും നമ്മൾ ആലോചിക്കണം. ഒരാൾ വന്നു പറയാണ്, നമ്മളെ വീട്ടിൽ വന്നു നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഫുൾ ചെലവ് ഞാൻ എടുക്കാം, നിങ്ങൾ ഇപ്പൊ ഡൽഹിയിലേക്ക് പോരണം, ടിക്കറ്റ് ഒക്കെ റെഡിയാണ്, ഇപ്പൊ പോരണം, എല്ലാ ചെലവും ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പോകാൻ റെഡിയാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. പെട്ടെന്ന് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡി ആവില്ല. കാരണം നമുക്ക് ഇവിടെ മക്കളുടെ കാര്യം, ഭർത്താവിന്റെ കുറേ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളോട് ഒരു മുന്നറിയിപ്പും ചോദിക്കാതെ ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള സമയം ലഭിക്കാതെ നമുക്ക് പോകേണ്ടി വരും. അത് ചിലപ്പോ എങ്ങനെയെന്നുള്ളത് നമുക്ക് അറിയില്ല. ചിലപ്പോ ഒരു വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറിക്കൊള്ളുന്നില്ല, ഒരു കാറ്റും ശക്തമായി നമ്മുടെ വീടിനെ ബാധിക്കുന്ന രീതിയിൽ അടിച്ചു കൊള്ളണമെന്നില്ല, ഒരു മിന്നലും നമ്മുടെ ശരീരത്തിൽ ഏറ്റുകൊള്ളണമെന്നില്ല. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് രാവിലെ വന്ന് ഭർത്താവ് വന്ന് വിളിക്കുമ്പോ, മക്കൾ വന്ന് നിൽക്കുമ്പോ, എന്താ അമ്മ എണീക്കണില്ല എന്ന് പറയുന്ന ഒരൊറ്റ വാചകത്തിൽ തീർന്നു പോകുന്ന അത്രത്തോളം ദുർബലരാണ് നമ്മൾ. അക്സിറു, അതാ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വർദ്ധിപ്പിച്ചോളി ദിക്റഹാദിമില്ലതാത്ത്, എല്ലാ സുഖ സൗകര്യങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത, അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കുമ്പോ കുറെ പ്രശ്നങ്ങൾ അവിടെ തീരും. പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, പ്രയാസങ്ങളാണ് നമുക്കുള്ളത്, നമ്മൾ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ള വേദനയാണ് നമുക്കുള്ളത്. തീരും. കാരണം ഈ യഥാർത്ഥ ജീവിതമല്ല. എനിക്ക് പോണം, ഈ ലോകം വിട്ട് ഞാൻ പോകും, മരണത്തിന്റെ കവാടത്തിലൂടെ ഞാൻ കടക്കും.
പരലോകമെന്ന മരണമില്ലാത്ത ഒരു ലോകത്ത് എനിക്ക് എത്താനുണ്ട്. എന്തൊരവസ്ഥ! രോഗം കൊണ്ട്, ശരീരം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ, മരണത്തെക്കുറിച്ച് ചിന്തിക്കും. പാപം ചെയ്യണമെന്ന് തോന്നുകയാണോ, മരണത്തെക്കുറിച്ച് ചിന്തിക്കും. നന്മ ചെയ്യാനുള്ള ഒരു മൂഡ് വരുന്നില്ലേ, നിസ്കാരം നീട്ടിവെക്കുന്ന സാഹചര്യമാണോ, മരണത്തെക്കുറിച്ച് ചിന്തിക്കും. ദുനിയാവിനോടുള്ള ആർത്തിയാണോ, അത് ചെയ്യണം ഇത് ചെയ്യണം, എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടില്ല, അസൂയ വരികയാണോ, മരണത്തെക്കുറിച്ച് ചിന്തിക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ, ഉമർ റളിയല്ലാഹുവിന്റെ വാചകത്തിൽ കാണാം, ഏറ്റവും വലിയ വാഴ പറയുന്ന ആള് എന്ന് പറഞ്ഞാൽ അത് ദിക്റുൽ മൗത്താണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കും. മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, പിന്നെ ഒരു വായൊന്നും കേൾക്കണ്ട. അത്രയും ബൂസ്റ്റപ്പ് നന്മകൾ ചെയ്യാനുള്ള ഇത് കിട്ടുന്നുള്ളതാണ്. അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വാചകം പറഞ്ഞിട്ടോ, അല്ലെ ദീൻ പഠിക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് ഓരോ മരണവാർത്തകളും നമ്മുടെ മുമ്പിൽ റബ്ബ് കൊണ്ടുവരുമ്പോ, പടച്ചോനെ അടുത്തത് ഞാനാകും, ഞാൻ എന്താ ഒരുക്കി കൂട്ടിയിട്ടുള്ളത്, ഞാൻ എന്താ ഒരുക്കി വെച്ചിട്ടുള്ളത്, ഇപ്പൊ അള്ള വിളിച്ചാൽ എന്റെ അവസ്ഥ എന്താകും, ഈ ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ കൂടുതൽ ബേജാറാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് കൂടുതൽ സൂക്ഷ്മത പുലർത്താനും, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും, കൂടുതൽ തൗബ ചെയ്യാനും, കൂടുതൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും, സൂക്ഷ്മതയോടെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് ഈ കാണുന്ന എല്ലാ പരീക്ഷണങ്ങളും നമ്മുടെ മുമ്പിലൂടെ അള്ളാഹു കൊണ്ടുവരുന്നതും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം. അവിടെ നമുക്ക് സേഫ് ആകണം. ഇത് ജീവിതമല്ല, അവിടെ നമുക്ക് സേഫ് ആകണം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാകട്ടെ, അതിനുവേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാകട്ടെ, അതിനുവേണ്ടിയുള്ള മുന്നറിയിപ്പുകളാകട്ടെ, ഇതെല്ലാം അതനുസരിച്ച് നമ്മൾ മുഖവിലേക്ക് എടുക്കുക. അതിന് റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2 കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഒന്നാമത്തത്, നിങ്ങളിൽ ആർക്കൊക്കെയാണ് ഇസ്ലാമിക് ടീച്ചർ ആകണം എന്ന് ആഗ്രഹമുള്ളത്, ഇസ്ലാമിക് ഓൺലൈൻ ടീച്ചർ ആകണം, നമ്മൾ കൂടുതൽ പഠിച്ചിട്ടില്ല, കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല, അതൊക്കെ നമ്മൾ മാറ്റിയത്. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ആഗ്രഹമുണ്ട് ഇസ്ലാമിക് ഓൺലൈൻ ടീച്ചർ ആകണം? ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് അതിനെ ടൈപ്പ് ചെയ്യും. ടീച്ചർ ആണെന്ന് പറഞ്ഞു. അതോ നമ്മൾ ദീൻ പഠിക്കാനും, നമ്മൾ മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. എനിക്ക് പറ്റിയ ആശങ്ക നിങ്ങൾ മാറ്റിവെക്കും, അത് മാറ്റിവെക്കും. ഇത് വലിയൊരു തൗഫീഖാണ്. ഇത് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ആകുകയാണെന്നുണ്ടെങ്കിൽ, ആത്മമായി ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണെന്ന് വെച്ചാൽ നമുക്കാകാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യണം, അതിനൊരു ആഗ്രഹം ഉണ്ടാക്കണം, അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അത് നമ്മൾ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബർക്കത്ത് വരുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന സംഭവം ഉണ്ടാവും. നമ്മൾ മാറുന്ന അവസ്ഥ, നമ്മൾ മറ്റുള്ളവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ഒരു ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകും. നമ്മൾ ദീൻ പഠിക്കണില്ല, കാരണം ഇപ്പൊ ആരപ്പം എന്നോട് ദീൻ പഠിക്കണം ചോദിക്കണം, ആരെന്നോട് ചോദിക്കണ അവസ്ഥ അല്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ വ്യത്യസ്ത ട്രെയിനിങ് കാര്യങ്ങളൊക്കെ, ഫ്രീ വെബിനാറുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മൾ പുതുതായി തുടങ്ങുന്ന ഒരു സംരംഭമാണ് ഇൻഷാ അല്ലാഹ്. അത് ഓൾറെഡി ടീച്ചറായ ആളുകൾ, അതുപോലെ തന്നെ ടീച്ചർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഓഫ്ലൈൻ ടീച്ചറായ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ഏജ് ഒന്നും വിഷയമല്ല. നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾക്ക് ജോലി ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല, മനസ്സിലാക്കണം. നമ്മൾ അതിന്റെ ഒരു ട്രെയിനിങ് ഇൻഷാ അല്ലാഹ്, ഒരു ഫ്രീ ട്രെയിനിങ്ങിന്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫ്രീ ട്രെയിനിങ് ഗ്രൂപ്പ്. അതില് നിങ്ങൾക്ക് പല സംഗതികളും ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ആഴ്ചയിൽ ഓരോ കാര്യങ്ങളായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വരും. അപ്പൊ നിലവിൽ പഠിപ്പിക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിൽ കിട്ടാനുണ്ട്.
അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ ചില വെബിനാറുകൾ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല അത് നമുക്ക് ഉപകാരപ്പെടും. പക്ഷെ വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ആളുകളാണ് അതിൽ ജോയിൻ ചെയ്യുന്നത്. ഫ്രീ ആണ്, ഫ്രീ ഗ്രൂപ്പാണ്. അപ്പൊ അത് നമുക്ക് ഉപയോഗപ്പെടുത്താതെ ഇൻഷാ അല്ലാഹ് ഞാനത് ഇങ്ങനെ പിന്നെ കുറെ ആളുകൾ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾക്ക് വേണ്ടി നമുക്ക് ഓൾറെഡി പെയ്ഡ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആ ഒരു സംഗതിക്കല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ പെയ്ഡ് കോഴ്സ് അല്ലത്, മറിച്ച് ഇത് ഫ്രീ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സമയത്തിന്റെ വ്യത്യസ്ത തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇൻഷാ അല്ലാഹ് അത് ആ നിലക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പഠിക്കുക, നമ്മൾ ദീന് പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യാന്നറിയും, നമ്മൾ ടീച്ചർ ആകാൻ വേണ്ടിയിട്ട് ശരിയാക്കുമ്പോൾ ശരിക്കും നമ്മൾ പഠിക്കുള്ളൂ. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി നല്ലോണം ഒരുങ്ങും, നല്ലോണം പ്രിപ്പയർ ആകും. ഓരോ ഒരുക്കം നടത്തുമ്പോൾ കൂടുതൽ നമ്മൾ വായിക്കും. നമ്മൾ സേഫ് ആകണം, നമ്മുടെ സമയം സേഫ് ആകണം. ഇല്ലെങ്കിലോ നമ്മളിങ്ങനെ റീൽസും ഷോർട്സും കണ്ട് നമ്മുടെ ആയുസ് വെറുതെ തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അൽഹംദുലില്ലാഹ് നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ വന്ന് ടീച്ചറാകണം എന്നുള്ള ആഗ്രഹത്താൽ വന്ന് പഠിച്ച് ടീച്ചറായി ഇപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏകദേശം 50-നടുത്ത് ആളുകൾ ഓൾറെഡി സഹോദരിമാർ ടീച്ചേഴ്സായി മാറിയ ട്രെയിനിങ് സംഗതികളൊക്കെ പ്ലാറ്റ്ഫോമുകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ ഇപ്പോ ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന സംഗതി, അതൊരു ഫ്രീ സംഗതി ഇൻഷാ അല്ലാഹ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതില് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ദർസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോഴും നമുക്ക് കുറേ തിരിച്ചറിവുകളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതിലൂടെ നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ബീക്കൺ എന്ന് പറയുന്ന കോഴ്സ് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ 10 വയസ്സ് മുതൽ 15-16 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ഇസ്ലാമിക് ജീവിതം പരിശീലിപ്പിക്കുക, ഇസ്ലാമികമായിട്ട് ഏറ്റവും അറിയേണ്ട ഒരു താല്പര്യം, ദീനിനോട് താല്പര്യം ഉണ്ടാക്കുന്ന, നിസ്കാരത്തോട് താല്പര്യം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് കൊടുക്കുന്ന 10 ദിവസത്തെ ക്ലാസ്സാണ്. ഒരു ദിവസം ഏകദേശം 1 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാകുക. ഗൾഫിലെ കുട്ടികളെയാണ് കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കേരളത്തിലെ കുട്ടികളാണെങ്കിലും ജോയിൻ ചെയ്യാം. നാളെയാണ് ക്ലാസ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ കഴിയില്ല, ജോയിൻ ചെയ്യാൻ പറ്റുക. നമ്മുടെ പരിചയത്തിലുള്ള ഗൾഫിൽ താമസിക്കുന്ന ആളുകൾക്കും പരിചയത്തിലുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഖൈർ. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും, അതിന്റെ ഒരു പ്രതിഫലം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീൻ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതിന്റെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞ ട്രെയിനിങ്ങിന്റെ ഫ്രീ ട്രെയിനിങ്ങിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ വരും, പോസ്റ്ററും അതുപോലെ തന്നെ അതിന്റെ ലിങ്കൊക്കെ വരും. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. സഹോദരിമാർക്ക് മാത്രമുള്ളതാണ്, അത് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താം. ഓക്കെ, ബറകല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറൻ, സുബ്ഹാനല്ലാഹി വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.